ഏവർക്കും റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇടാൻ പോകണം. ഇതാ വലിയ ജീരകം 2-3 മണി കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇതാ കൊടുക്കുന്നുണ്ട്. 2-3 മണി ഉലുവ കൊടുക്കുന്നുണ്ട്. ഉലുവ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേശ്ശെ വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഇതിൽ കൂട്ടണമെന്നില്ല, പക്ഷെ ഞാൻ കൂട്ടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, മല്ലിച്ചപ്പ്, വലിയ മല്ലിച്ചപ്പില്ല, വലിയ പല്ലാടി മല്ലിച്ചപ്പാണ് കൊടുക്കുന്നത്. കഴിയാൻ പാടില്ല. പിന്നെ അതിലേക്ക് കൊടുക്കാൻ പോകുന്നതാണ് വലിയ ഉള്ളി, പച്ചമുളക് കൊടുക്കുന്നുണ്ട്. ഇതാ കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരണം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നല്ല വാടി വരണം. നല്ലോണം വാടി നല്ലോണം വാടി വരണം. നല്ലോണം അതിൻ്റെ എന്താ ഉള്ളിയുടെ ഒക്കെ മണം പച്ചമണം മാറി വരണം. എന്നാലാണ് ആ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. നല്ലൊരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ നല്ലോണം വാടി വരണം. ഈ ഉള്ളി അതിൻ്റെ നല്ലോണം വാടി വന്നതിന് ശേഷമാണ് നമ്മൾക്ക് മറ്റുള്ള വിഭവങ്ങളൊക്കെ കൂട്ടാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് വാടി വരട്ടെ. നല്ലോണം ഒന്ന് വാടി വരട്ടെ. മക്കളെ, ഈ കടലക്കറികളൊന്ന് ഉണ്ടാക്കി നോക്കിയേക്കും. പൊന്നാരിൻ്റെ ചങ്കളെ ഇതുണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നല്ലോണം ഒന്ന് വാടി എനിക്ക് ലേസം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി വാടി വരും. ലേസം ഞാൻ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാടി വരാനാണ് ആ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ നല്ലോണം വാടി വരും. നല്ലോണം വാടി വരും. നല്ലോണം വാടി വരട്ടെ. നല്ലോണം വാടി വരട്ടെ. ഇതാ കടല ഞാൻ പുഴുങ്ങുകയാണ്. ഇതാ പുഴുങ്ങാൻ പോവുകയാണ്. അതിൽ ഉരുളങ്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അത് പുഴുങ്ങുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഞാൻ പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പ് അതിൽ ഉള്ളിയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങി വരട്ടെ. കടല കുറച്ച് വെള്ളം പാർന്നിട്ടിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങി അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. കടല വെള്ളം പാർന്നിട്ടുണ്ട്. ഉരുളങ്കിഴങ്ങ് കൊണ്ടായിട്ടിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുകയാണ് കുക്കറിൽ. പുട്ടും കടലക്കറിയാണ്. ഞാനൊന്ന് നല്ലോണം ഒന്ന് പുഴുങ്ങി വരട്ടെ. ഉള്ളി വാടി വന്നിട്ട് ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് പാർന്നിട്ടുണ്ട്. ഞാൻ നന്നായി ഒന്ന് വാട്ടട്ടെ. നല്ലോണം ഒന്ന് വഞ്ചി ഒന്നുകൂടി അതിൻ്റെ പച്ചമണം മാറി വരട്ടെ. നല്ലോണം പച്ചമണം മാറി വന്ന് ഒന്ന് കുഴഞ്ഞ് നല്ലോണം കുഴഞ്ഞ് വരട്ടെ. ഒരുവിധം ഉള്ളി കുഴഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പറഞ്ഞപ്പോൾ അതൊന്നും കുഴയട്ടെ. നല്ലോണം കുഴഞ്ഞ് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയും വലിയ ഉള്ളിയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി കൊടുക്കാൻ പോവുകയാണ്. തക്കാളി കൊടുത്തിട്ടുണ്ട്. തക്കാളി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടി വരട്ടെ. നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് ഉരുളൊക്കെ കൊടുത്തോളൂ. തക്കാളി ആ പച്ചമണം കുക്കറൊക്കെ മാറും. നല്ലോണം തക്കാളി പച്ചമണം കുക്കറി ഒക്കെ മാറി തക്കാളി കിടന്നൊന്ന് കൊണ്ട് വരട്ടെ. വെളുത്തുള്ളി മണം കൊണ്ടെങ്കിൽ അതിലേക്ക് പാർന്ന് വെച്ചിട്ട് നമ്മൾ വെന്ത് വരാമ്പോൾ തക്കാളി വേറാൻ വേണ്ടി നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒരു ഉടഞ്ഞ രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഗരം മസാലയുടെ ഒരു കുത്തൊരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി അങ്ങനെ കൊടുക്കട്ടെ. ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇടാൻ പോണത് പിന്നെ ഇതാ ഗരം മസാലയുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ ഒരു നുള്ള് ഇതാ കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കൊടുത്തിട്ടുണ്ട്. ഇതാവുന്ന ഇളക്കി മല്ലിപ്പൊടി 1 സ്പൂണ്, 2 സ്പൂണ്, ഒരു അര സ്പൂൺ കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കടലക്കറിയുടെ ടേസ്റ്റ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ തുള്ളി വെള്ളം പറഞ്ഞ് മല്ലിപ്പൊടി അടി പിടിക്കും. അപ്പോൾ അതാ കണ്ടോ ഒന്ന് നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ കണ്ടോ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി കൊടുക്കുന്നുണ്ട്. മുളക് പൊടി തോട്ടെടുക്കണില്ല. അത് ഒരു സ്പൂണിൻ്റെ ഒരു 1.5 സ്പൂണിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ലോണം എരി ഉള്ള മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞളിൻ്റെ
പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ തൊട്ടിട്ടുണ്ട് മഞ്ഞളുടെ പൊടി. അപ്പോൾ ഇത്ര മതി നമുക്ക് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വിസിലടിക്കുന്നുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കടലക്കറി ഇവിടെ വിസിൽ കഴിഞ്ഞതാ നിർത്തിയിട്ടുണ്ട്, ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടലക്കറിക്ക് ഇത് കൊട്ടി കൊടുക്കാൻ പോവുകയാണ്. കുക്കർ തുറന്നിട്ടുണ്ട്. അതിൻ്റെ ലേശം കടല നമുക്ക് മാറ്റി കൊടുക്കണം. ലേശം കടല എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തേങ്ങ നരക്കണില്ല. കടല മാറ്റി കൊടുത്തിട്ടുണ്ട്. ലേശം കടല മാറ്റി ഉരുളൻ്റെ നരക്കി കൊടുക്കണം. കടല മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നേരത്തെ ഉള്ളിയും തക്കാളിയും എല്ലാ മസാലകളും കൂട്ടിയിട്ട് ഇതാക്കിയതില്ലേ അത് ഇതിട്ട് കൊടുക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കടലക്കറി ഏകദേശം കണ്ടോ, ആ കടലക്കറി കണ്ടോ. ഇനി അതൊന്ന് വെന്ത് വരണം. അങ്ങനെ കഷ്ടപ്പെട്ട മസാലകളിട്ട് നമുക്ക് മണിക്കാണല്ലോ. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒന്ന് വെന്ത് വരണം. ഞാനതാ മൂടി വെക്കുകയാണ്. ഒന്നുകൂടി 2 മിനിറ്റ് വിസിലടിക്കാനുണ്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യാൻ ഇതൊന്ന് ആറിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളെ കടലക്കറി ഇവിടെ ലെവലായി വന്നിട്ടുണ്ട്. നോക്കാം, തേങ്ങ അരക്കാത്ത നല്ല ക്രിസ്പിയായ കടലക്കറി വന്നിട്ടുണ്ട്. തേങ്ങ ഞാൻ അരച്ചിട്ടില്ല. കടലക്കറി തേങ്ങ അരക്കാത്ത കടല നമ്മൾ നേരത്തെ ലേശം അരക്കാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, ആ കടല അരച്ച് വന്നിട്ടുണ്ട്. മിക്സിയിൽ നല്ല അരഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് പാർന്ന് കൊടുക്കുകയാണ്. പാർന്ന് ഇട്ട് കൊടുക്കുകയാണ്. കടല അരച്ച് നല്ലോണം വെള്ളം കൂട്ടാതെയാണ് അരച്ചിക്കുന്നത്. തേങ്ങ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. കണ്ടോ, നല്ല കുറുക്ക കണ്ടോ, നല്ല കടലക്കറി. ഇതേമാതിരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേക്കും. തേങ്ങ നരക്കാതെ കടലക്കറി ഉണ്ടാക്കി വെക്കും. നല്ല കുറുക്കം കിട്ടും. നമ്മളെ കടലക്കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. നല്ല രസം ഉണ്ടാവും ആ കടലക്കറി. പുട്ടൊക്കെ കഴിക്കാനായിട്ടും ചപ്പാത്തി, പത്തിരി, പൂരി അതിക്കൊക്കെ നമ്മളെ കടലക്കറി പറ്റും. മക്കളെ ചങ്കളെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയേക്കും. ഈ കടലക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയേക്കും. നല്ല കടലക്കറിയാണ്, നല്ല ടേസ്റ്റുള്ള കടലക്കറി. ഇനി നമുക്ക് അധികം വെള്ളം ചാറൊന്നും വേണ്ട. വേണമെങ്കിൽ നമുക്ക് ഇനിയും വെള്ളം കൂട്ടാം. അപ്പോൾ ആണോ, നല്ല രസമുള്ള കടലക്കറിയാണ്. നല്ല കുറുക്കം ചെന്ന കടലക്കറി. ആ കടലക്കാര് നല്ലൊരു നമുക്ക് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തൂമിക്കണുണ്ട്. ഉണ്ടാക്കാം മറ്റേ കയ്യിലെത്തുന്ന കയ്യിൽ എന്താ കടലക്കറി രസം. ഞാൻ തിളച്ചൊന്നും ചൂടായി വരട്ടെ. നമുക്ക് ആ കടലക്കറി രസം ഞാൻ കൂടെ ഒന്നും ചൂടായി വരട്ടെ. നല്ല രസമുണ്ട്. നമ്മൾ അതൊന്ന് തൂമിക്കാൻ പോവുകയാണ്. അവിടെ വന്ന് ചട്ടി വന്ന് വേറെ അടുപ്പത്ത് ഗ്യാസിലേക്ക് മാറ്റിയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാഞ്ഞ് വരട്ടെ. എനിക്ക് നമ്മളുടെ എണ്ണ പാർന്നു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്നുകൂടി തോന്നിക്കളിച്ചിട്ടാണ്. നമ്മൾ പാത്ത് തൊയിലം കെടുത്തുകയാണ്. പിന്നിൽ വന്നിട്ട് പാത്തൂര് ഇടക്കിടക്ക് ഒന്നിങ്ങനെ അതാണ് പാത്തൂൻ്റെ ക്വാളിറ്റി. 8 മണിയായോ? ഉള്ളി തൊല്ലി ഉള്ളി തൊട്ടിട്ടുണ്ട്. അത് നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ കടലക്കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുട്ടിക്ക് ഇങ്ങനെ പാങ്ങനെ അടിക്കുക. എന്താ അതിൻ്റെ ടേസ്റ്റ് ഇട്ടിട്ട് ആ കടലക്കറി മണപ്പോൾ തന്നെ നമ്മളെ മൂട്ടിലേക്ക് വരുന്നു. ഇനി അത് പുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ പാർന്നത് പൊന്നാരൻ്റെ മക്കളെ അതൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ്, നല്ല പാൽ ചായ, കട്ടൻ ചായ, കാപ്പി അതിൽ കൂടെ കൈ കടലക്കറി പുട്ടിൽ കൂടെ കൂട്ടി കുഴച്ച് തിന്നാൽ അടിപൊളി ഒരു ടേസ്റ്റാണ്. നല്ലൊരു സൂപ്പർ ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും എല്ലാ ബെൽബട്ടനും ഒക്കെ അമർത്തിക്കോളിട്ടില്ലേ മക്കളെ. നിങ്ങൾ എല്ലാവരും അമർത്തിക്കോളി, എല്ലാവരും കൊടുത്തോളി. അത് എനിക്ക് എല്ലാതും വേണം. എനിക്ക് തോന്നിച്ച് പാരാൻ പോവുകയാണ്. ഈ കരിവേപ്പില കൊടുക്കും. എല്ലാവരും നമ്മൾ ഉള്ളി വാട്ടം കരിവേപ്പില കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ ഗുളിക കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി കൊടുക്കുകയാണ്. ഗുളിക കുടിക്കാൻ പോവുകയാണ്. എൻ്റെ അലർജി ഗുളികയുമാണ്. ഉള്ളി നല്ലോണം മൂത്ത് ചോക്കനായിട്ട് വരട്ടെ. നല്ലോണം അങ്ങനെ ചോക്കനായിട്ട് വന്നാൽ അടിപൊളി ഒരു ടേസ്റ്റാണ്. അതിൻ്റെ മണമൊക്കെ മൂപ്പിൽ കരക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും. നമ്മളെ കടലക്കറിക്ക് പാരാൻ പോവുകയാണ്.
കടലക്കറിക്ക് നമ്മൾ പാർന്ന് കൊടുക്കുകയാണ്. അടിപൊളി. എന്താ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ, വേറെ ലെവലാണ്. ഇതിലെ സൂപ്പർ ഐറ്റം കൂടിയാണ്. ഇതാ നമ്മളെ പുട്ട്, അടിപൊളി പുട്ടാണ്. അടിപൊളി പുട്ടുണ്ടോ? പുട്ടാണ്. അതിലേക്ക് നല്ല കടലക്കറിയാണ് ഉണ്ടാക്കിയതാണ്. നല്ല കടലക്കറി. എൻ്റെ മുകളിൽ ഇങ്ങനെ പാന്ന് പൊന്നാര മക്കളെ. ഇതാ പാൽച്ചായ നല്ല ടേസ്റ്റുള്ള പാൽച്ചായ പുട്ട് കൂട്ടി കടലക്കറി കൂട്ടി കഴിച്ചാൽ നല്ലൊരു രസമാണ്. ഇതിൻ്റെ രസം വേറെ ലെവൽ തന്നെയാണ്. ഇതൊക്കെ ആ പുട്ടിൻ്റെ കടലയും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എടുത്തിട്ടാ അങ്ങോട്ട് പൊടി സൂപ്പറാണ്. നല്ല പാൽച്ചായ നല്ല ടേസ്റ്റിലാണ്. ഇപ്പം ഉണ്ടാക്കിയ കടലക്കറിയാണ്. ഇതാണ് രാവിലത്തെ സ്പെഷ്യലാണ്. രാവിലത്തെ സ്പെഷ്യൽ കുഞ്ഞ പാടി കൊടുക്ക്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ പാടി പാടി വേഗം പാടി. പുട്ട് തിന്നാൻ കൂടാണ് പാത്തു. നല്ല പാട്ടും പാടിയിട്ടുണ്ട്. അടിപൊളി പുട്ട്, കടല, നല്ല ടേസ്റ്റാണ്. നല്ല പാൽച്ചായ. ഇത് തിന്നാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ.